ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ബ്ലൗസിൽ ഡിസൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഡിസൈൻസാണ്. കുന്തൻ സ്റ്റോൺസും അതേപോലെ ബീഡ്സൊക്കെ വെച്ച് ഈ ബീഡ്സ് വന്നിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. സ്റ്റോൺസും പല കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതേപോലെ നമ്മൾ തൂക്കി ഹാങ് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. നൂല് കണ്ടാലും പ്രശ്നമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതേപോലെ നമുക്ക് സ്റ്റോൺ ലേസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം, അപ്പോൾ കാണത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ബോൾ ചെയിൻ ആണ്. അതും നമുക്ക് ഇതേപോലെ B7000 ആണ് ഞാൻ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഫങ്ഷനൊക്കെ പോകാൻ വേണ്ടി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ മോഡലാണ്. ഇപ്പം നമ്മൾ കടയിലൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ബ്ലൗസ് ഡിസൈൻ ചെയ്യാൻ 2000-3000 രൂപ. ഇതിപ്പോൾ നമുക്കൊരു 500 രൂപ അല്ലെങ്കിൽ ചെറിയ എമൗണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻസാണ്. നമ്മുടെ സ്വന്തം യുണീക്ക് മോഡലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പല രീതിയിലും. അപ്പോൾ ഇതിൽ ഞാൻ ബോൾ ചെയിൻ ഇതേപോലെ 2 ലൈനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. B7000 നമ്മൾ ഓവറായിട്ട് ഗ്ലൂ ഇട്ട് മുകളിലേക്കൊക്കെ പോയാൽ അത് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ പോവാതെ കറക്റ്റ് ആ പൊസിഷനിൽ ആവശ്യമുള്ളതിന് മാത്രം ഇട്ട് കൊടുക്കുക. ഞാൻ ആദ്യം ഒരു ഓറഞ്ചിൻ്റെ, എൻ്റെ സാരിയുടെ കളർ ഓറഞ്ച് വരുന്നത് കൊണ്ട് ഓറഞ്ചിൻ്റെ ഒരു ഷെയ്ഡ് ഇട്ടിട്ട് ഫുള്ള് വൈറ്റ് കൊടുത്തു. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് കളറ് കുന്തൻ സ്റ്റോൺസ് ഇല്ലെങ്കിൽ നമുക്ക് വൈറ്റിൽ പോവും. വൈറ്റ് ആകുമ്പോൾ നല്ല ഭംഗിയിൽ അത് കാണുകയും ചെയ്യാം. നിങ്ങൾക്ക് ഇതേപോലെ നല്ല രസമുള്ള മോഡലുകൾ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ കുന്തൻ സ്റ്റോൺസ് അതേപോലെ ബോൾ ചെയിൻ, സ്റ്റോൺ ചെയിനും മാത്രമാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഒന്ന് ഈ സിൽവറിൽ വരുന്ന സ്റ്റോൺ ചെയിനും അതല്ലാതെ പിന്നെ ഞാൻ വേറൊരു സ്റ്റോൺ ചെയിനാണ് ഹാൻഡിന് കൊടുത്ത സ്റ്റോൺ ചെയിനും യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഇനി നിങ്ങൾക്ക് ഗ്ലൂ ഇത് ഉപയോഗിക്കാൻ അറിയില്ല, പെൻ സ്റ്റിക്ക് എങ്കിൽ ഇതേപോലെ ജസ്റ്റ് ആ പിങ്ക് കളർ ഷീറ്റ് വരുന്നത് ഇങ്ങനെ പെന്ന് പിക്ക് ചെയ്യാനുള്ള ഗമ്മായിട്ടാണ്. അപ്പോൾ നമ്മുടെ B7000 ഒട്ടുകയില്ല, എന്നാൽ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റും, വർക്ക് കയ്യിലൊന്നും ആവാതെ. അപ്പോൾ ജസ്റ്റ് ഇതെല്ലായിടത്തോടെ ഒട്ടിച്ച് കൊടുക്കുക. ഗ്ലൂ ആയതാണ് ആ ഇച്ചിരി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന. ഗ്ലൂ ഓവർ ആക്കാൻ പാടില്ല. എന്നാൽ തേക്കുന്നിടത്ത് എല്ലാത്തിനും ആവശ്യത്തിന് ഗ്ലൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആ പൊസിഷൻ കഴിഞ്ഞ് ഇപ്പം നമ്മുടെ തുണിയിലേക്ക് വരാതെ നോക്കിയാൽ മതി. ഇതൊക്കെ ഉണങ്ങിപ്പോവും. അതല്ലാതെ നമ്മൾ ഇപ്പോൾ ഫ്ലവർ അല്ലെങ്കിൽ ഈ ഡിസൈൻ്റെ പുറത്തേക്ക് ചാടിയാൽ മാത്രമാണ് ഗ്ലൂ അവിടെ തന്നെ സ്റ്റിക്കായിട്ട് കിടക്കുക. ഇതല്ലെങ്കിൽ ഇതിങ്ങനെ നല്ല ഭംഗിയാണ്, പൊളിഞ്ഞൊന്നും പോകത്തില്ല. തുണിയൊക്കെ